ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. ഇന്നലെ നിന്നെ വേദനിപ്പിച്ചവരെ മറക്കുക, പക്ഷെ നിന്നെ എന്നും സ്നേഹിക്കുന്നവരെ മറക്കരുത്. നിന്നെ കരയിപ്പിക്കുന്ന ഭൂതകാലത്തെ മറക്കുക. നിന്നെ പുഞ്ചിരിപ്പിക്കുന്ന വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വേദന മറക്കുക, പക്ഷെ നീ നേടിയ പാഠങ്ങൾ ഒരിക്കലും മറക്കരുത്. അവരുടെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ കരയുന്നത് കണ്ട് സംതൃപ്തി അടയാനുള്ള അവസരം ആർക്കും നൽകരുത്. നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ്. എങ്കിൽ മാത്രമേ അത് വിള്ളലുകൾ ഇല്ലാതെ മുന്നോട്ടു പോവുകയുള്ളൂ. വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയിടും. പണം കൊണ്ട് സമ്പന്നനും മനസ്സമാധാനം കൊണ്ട് പാവപ്പെട്ടവനും ആകുന്നതിനേക്കാൾ നല്ലത് മനസ്സമാധാനം കൊണ്ട് പണക്കാരനും പണം കൊണ്ട് പാവപ്പെട്ടവനും ആകുന്നതാണ്. അറിഞ്ഞോ അറിയാതെയോ നാം പിന്തുടരുന്ന പാതകളും പടുത്തുയർത്തിയ പദ്ധതികളുമാണ് നമ്മുടെ ഭാവി ദിനങ്ങൾ രൂപപ്പെടുത്തുന്നതും ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുന്നതും. നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങൾ ഒന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. വിജയം ആഘോഷിക്കുന്നത് നല്ലതാണ്, പക്ഷേ പരാജയത്തിൻ്റെ പാഠങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് കൂടുതൽ പ്രാധാന്യം. അവസരം, ആവശ്യകത, കഴിവ്, സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായവ തിരിച്ചു കിട്ടില്ല. തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എയ്ത അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറെ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും. ബന്ധങ്ങൾ രണ്ട് തരമാണുള്ളത്. ചിലർ അനുഗ്രഹമായിട്ടാവും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്, എന്നാൽ ചിലർ നിങ്ങൾക്ക് ഒരു പാഠം ആയിരിക്കും. വിജയം തോൽവിയെ ഭയപ്പെടാത്തവർക്ക് മാത്രം ഉള്ളതാണ്. നമ്മുടെ ചിന്തകളെയാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരുടെ പ്രശംസ കേൾക്കാൻ വേണ്ടി മാത്രം അധികം പ്രവർത്തിക്കുകയില്ല. അതുപോലെ തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതും അവർക്ക് എളുപ്പമാണ്. കോപത്തോട് പോരാടാൻ പ്രയാസമാണ്, എന്നാൽ വിവേകമുള്ള മനുഷ്യൻ അതിനെ സ്വയം നിയന്ത്രിക്കുന്നു. വാസ്തവത്തിൽ അസാധ്യം എന്ന ഒരു കാര്യവും ഇതുവരെ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. എന്താണ് പ്രശ്നമെന്നും അതിൻ്റെ അടിസ്ഥാന കാരണം എന്തെന്നും തിരിച്ചറിയുമ്പോൾ പ്രശ്നപരിഹാരത്തിൻ്റെ വാതിലുകൾ താനെ തുറക്കും. മറ്റുള്ളവർക്ക് നമ്മളെക്കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞെന്ന് മനസ്സിലായാൽ ഒഴിഞ്ഞു പോകണം. ഇല്ലെങ്കിൽ ചില മനസ്സുകളിലെങ്കിലും നമ്മളൊരു പാഴ് വസ്തുവായി മാറും. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിവില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ആളുകൾ കൂടുന്തോറും സ്വയം നേരിടുവാനുള്ള നമ്മുടെ കരുത്ത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ മാനസികമായി തളർത്തുന്നവരെ ഒഴിവാക്കുക. പകരം നിങ്ങളിൽ ഏറ്റവും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പു പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലെയുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വെളിച്ചം പകരാൻ തുടങ്ങുമ്പോൾ ആ വെളിച്ചം നിങ്ങൾക്കും ജീവിതപാതയിൽ തുണയാകും. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തു നിൽക്കരുത്. കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരില്ല. ഒരു വടിയൂന്നി നിങ്ങൾ അതിന് പിന്നാലെ പോവുക തന്നെ വേണം.
ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക.